ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയ ആപ്ലിക്കേഷൻ എന്നല്ല പരിചയപ്പെടുത്തുന്നത്, വാട്സപ്പിൽ ഉപയോഗിക്കുന്ന രണ്ട് പഴയ ആപ്ലിക്കേഷൻ തന്നെയാണ്. മിക്ക സുഹൃത്തുക്കൾക്കും ഇപ്പോഴും അറിയാത്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അറിയുന്ന സുഹൃത്തുക്കൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക. സാധാരണ നമുക്കറിയാം, വാട്സപ്പിൻ്റെ അകത്ത് ചെറിയ ഇമോജികൾ മാത്രമേ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. എന്നാൽ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് വലിയ ഇമോജികൾ സെൻഡ് ചെയ്യാം. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ സ്വന്തമായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇതുപോലെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അറിയാത്ത സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ നമുക്ക് വലിയ ഇമോജി സ്റ്റിക്കേഴ്സുകൾ നിർമ്മിക്കാം. അതിനായിട്ട് മുകളിലായിട്ട് കാണുന്ന ബിഗ് ഇമോജി സ്റ്റിക്കേഴ്സ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻ ഒന്നും അലോ ചെയ്ത് കൊടുക്കണ്ട. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പരസ്യം നമുക്ക് വരുന്നതാണ്. അതൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ പാക്കുകൾ കാണാൻ സാധിക്കും. പാക്ക് 1, 2, 3 അങ്ങനെ താഴെയായിട്ട് നമുക്ക് കുറേ പാക്കേജുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് ഇമോജിയാണോ വേണ്ടത് ആ ഒരു ഇമോജിയുടെ പാക്കിന് നേരെയായിട്ട് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കിൻ്റെ അകത്തുള്ള എല്ലാ ഇമോജികളും ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ആഡ് ടു വാട്സപ്പ് എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പരസ്യങ്ങൾ വരുന്നത് നിങ്ങൾ ക്ലോസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാം. എൻ്റെ ഫോണിൻ്റെ അകത്ത് 4 വാട്സപ്പ് ഉള്ളത് കാരണമാണ് ഇവിടെ 4 വാട്സപ്പ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് നിന്നും ഞാനൊരു വാട്സപ്പ് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ അമർത്തുക. നമ്മുടെ ഇമോജി ആ ഒരു വാട്സപ്പിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു. സാധാരണ നമ്മൾ മെസ്സേജുകൾ സെൻഡ് ചെയ്യുന്ന പോലെ തന്നെ താഴെയായിട്ട് നമുക്ക് കാണുന്ന ഈ ഒരു സ്മൈലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ടുള്ള സ്മൈലികളാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാം ജിഫ് ഫയൽ. മൂന്നാമത്തെ ഓപ്ഷനിലാണ് നമ്മുടെ ഈ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ വരുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്കൊരു ഡേഞ്ചർ ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റിക്കേഴ്സ് ഇമോജി നിർമ്മിക്കുന്നത്, അതിനായിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് പരിചയപ്പെടാം. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും സ്റ്റിക്കർ മേക്കർ ഫോർ വാട്സപ്പ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചെറിയ പരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ പരസ്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടൊന്ന് ഒഴിവാക്കുക. താഴെയായിട്ട് നമുക്ക് എയറോ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം നമ്മൾ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണുന്ന പെർമിഷൻ ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും താഴെയുള്ള ഈ ഒരു ശരി ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ പുതുതായിട്ട് നമ്മൾ സ്റ്റിക്കർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്കൊരു പേര് ഇവിടെ എൻ്റർ ചെയ്യണം. ഞാനിവിടെ ടിപ്സ് വേൾഡ് എന്ന് എൻ്റർ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഞാനിവിടെ ഓക്കെ കൊടുത്തിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെയാണ് സ്റ്റിക്കേഴ്സ് നിർമ്മിക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് നിന്നും കുറഞ്ഞത് നമുക്ക് 3 സ്റ്റിക്കേഴ്സ് എങ്കിലും നിർമ്മിച്ചാൽ മാത്രമേ വാട്സപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്റ്റിക്കേഴ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ഫയലിൽ നിന്നോ നമ്മുടെ ക്യാമറയിൽ നിന്നോ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഫയലാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫോണിൻ്റെ അകത്ത് നിന്നും ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ നിന്നും ഈ ഒരു ഫോട്ടോയെ ക്രോപ്പ് ചെയ്തൊക്കെ എടുക്കാൻ സാധിക്കും. മുകളിലായിട്ട് ഇടതുവശത്ത് നമുക്കൊരു സ്ക്വയർ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സർക്കിളിൽ ഈ ഒരു ഫോട്ടോയെ ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. വീണ്ടും ആ ഒരു സർക്കിളിൽ ഞാൻ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോട്ടോ മുഴുവനായിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള ക്രോപ്പ് എന്ന ഭാഗം നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ആ ഒരു ഫോട്ടോ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സ്റ്റിക്കേഴ്സ്, അതുപോലെ ടെക്സ്റ്റ്, ഇമോജി, ഇറേസറൊക്കെ കാണാം. അപ്പോൾ സ്റ്റിക്കേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സ്റ്റിക്കർ അഡീഷണലായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്യാം. ടെക്സ്റ്റിൻ്റെ കളേഴ്സൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുക.
അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇമോജികൾ. ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള ഇമോജികളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഇറേസർ കാണാൻ സാധിക്കും. ഇറേസറിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മുടെ ഈ ഒരു ഫോട്ടോയ്ക്ക് അകത്ത് നിന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ശേഷം പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് കാണാം. അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന സേവ് ബട്ടൺ അമർത്തുക. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇവിടെ സേവ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത 2 ഇമോജികൾ ഞാനിവിടെ നിർമ്മിക്കുകയാണ്. അതിനായിട്ട് അടുത്ത രണ്ടാമത്തെ ഓപ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 3 സ്റ്റിക്കേഴ്സ് ഇമോജികളും ഞാനിവിടെ നിർമ്മിച്ചിട്ട് വച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന ആഡ് ടു വാട്സപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഏത് വാട്സപ്പിലാണോ ഈ ഒരു ഇമോജി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു വാട്സപ്പ് ഇവിടെ സെലക്ട് ചെയ്യാം. ആ ഒരു വാട്സപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ കാണുന്ന ആഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്കേഴ്സ് നമ്മുടെ ആ ഒരു വാട്സപ്പിൻ്റെ അകത്തേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു വാട്സപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു. നേരത്തെ കാണിച്ചതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഭാഗം എടുത്തു. അവസാനം നമുക്ക് കാണാൻ സാധിക്കും നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി വലതുവശത്തായിട്ട് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് മൈ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള 2 സ്റ്റിക്കേഴ്സിൻ്റെ പാർട്ടുകൾ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഇമോജി കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.